താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പിശാചിന്റെ പ്രവർത്തികളുടെ വ്യാപ്തി. അതിനെ സൂചിപ്പിക്കുവാൻ ഏറ്റവും നല്ല പദം മുച്ചൂട് മുടിച്ചു കളയുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വേരറ്റം വരെ നശിപ്പിക്കുന്നത്. തുടക്കം വളരെ വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല ഈ പിശാചിന്റെ പ്രവൃത്തിയുടെ. നമ്മുടെ ഈ വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങളിൽ അതിൻ്റെ കെടുതി അനുഭവിച്ചായിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, വൈകുന്നേര സമയം ചെറിയൊരു മഴ തുടങ്ങി, സന്തോഷം അല്ലേ? ദുഃഖിക്കേണ്ട കാര്യം എന്താ? മഴ നല്ലതല്ലേ? പക്ഷേ മഴ കുറയുന്നില്ല, കൂടി കൂടി വരുന്നു, വെള്ളം പൊങ്ങുന്നു, കാറ്റ് വീശുന്നു, ഓടയിൽ കൂടെ ഒഴുകിയ വെള്ളം റോഡിൽ കൂടെ ഒഴുകുന്നു, റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, അകത്തുള്ള സമ്പത്ത്, വസ്തുവകകൾ, നന്മകൾ പുറത്തു പോകുന്നു, കെട്ടിപ്പൊക്കിയിരുന്നതൊക്കെ ഇടിഞ്ഞു വീഴുന്നു, പുതിയ നദികൾ രൂപപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. അയ്യോ, ഫലമെന്താണ്? നാശം, തകർച്ച, ദുരന്തം. ഒത്തിരി പേരുടെ പേരുകൾ ചരിത്രത്തിൽ നിന്ന് നീക്കപ്പെട്ടു. ഒത്തിരി പേരുടെ വസ്തുവകകൾ, സമ്പത്ത്, നന്മകൾ സകലവും കൺകാണാതെ പോയി അല്ലേ? ഒരു ചെറിയ മഴയിൽ നിന്നും തുടങ്ങിയതാ. ഇതുപോലെയാ പിശാചിന്റെ പ്രവൃത്തിയും. ഒരു ചെറിയ കൂട്ടുകെട്ടാ, വലിയ സീരിയസ്നെസ് ഒന്നും കാണിക്കത്തില്ല. ഓ, ഇതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. പക്ഷെ പിശാച് തുടങ്ങിയതാ കൂട്ടുകെട്ട്. വീട്ടിനകത്തുള്ള സ്നേഹത്തെ ഇല്ലാതാക്കി, അകൽച്ച വർദ്ധിപ്പിച്ചു, പുറത്തോട്ട് പോകുവാൻ തുടങ്ങി. നല്ല ജീവിക്കുവാൻ ചുറ്റുപാടുകളുള്ള സന്തോഷമായി സമാധാനമായി ജീവിച്ചു കൊണ്ടിരുന്ന കുടുംബമാണ് ഇന്ന് കോടതി വരാന്തയിൽ നിൽക്കുന്നു. മക്കൾ അനാഥരായി മാറുന്നു. കുടുംബത്തിന്റെ പേര്, മാതാപിതാക്കളുടെ പേര്, സന്തോഷം എല്ലാം തല്ലി തകർക്കപ്പെടുന്നു. പ്രിയരെ, നോക്കിയ ഒരു ചെറിയ കാര്യമാണ്. കുടുംബത്തിന്റെ സ്വസ്ഥത പോയി, സമാധാനം പോയി, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു വിശേഷ ദിവസം നാട്ടുകാരോടൊപ്പം ബന്ധുക്കൾക്കൊപ്പം ചിലവഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം, ഒരു ചെറിയ കൂട്ടുകെട്ടിൽ തുടങ്ങിയതാ. അതല്പം ദുശീലമായി, മദ്യപാനമായി, മറ്റു പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന നിലയിലേക്ക് പോയി, കൈവിട്ടുപോയി. തലമുറകൾ നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ജോലി വിട്ടിട്ട് മാതാപിതാക്കൾ വീട്ടിൽ വരുന്നു. എല്ലാം മക്കൾ മുഖാന്തരം നഷ്ടപ്പെടുന്നു. സന്തോഷം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. അഭിമാനത്തോടെ തലനിവർത്തി നിന്നവർ തല കുനിച്ച് പുറത്തിറങ്ങുവാൻ കഴിയാതായി തീർന്നിരിക്കുന്നു. മുച്ചൂടും മുടിച്ചു കളയുക. പിശാച് ചെറിയ കാര്യങ്ങളുമായി ജീവിതത്തിലേക്ക് കടന്നു വരും. നാം വലിയ സീരിയസ്നെസ് അതിന് കൊടുക്കത്തുമില്ല, കാരണം അത് ചെറിയ കാര്യമാണല്ലോ. എന്നാൽ പ്രിയരെ, ഓരോ പ്രവൃത്തിയിലും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നത് അറ്റ് മാക്സിമമാണ്, വലിയൊരു ദുരന്തമാണ്. ചരിത്രത്തിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിമാറ്റണം. ദേശത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ തകർത്തു കളയണം. നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കണം. നിങ്ങളോടെ നിങ്ങളുടെ തലമുറ ഇല്ലാതായിത്തീരണം. പിശാചിന്റെ ഓരോ പ്രവൃത്തികളും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ 27-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിന്റെ ചരിത്രത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തേരഹിന്റെ മകനായി ജനിച്ച അബ്രഹാം, അവന്റെ ജീവിതത്തിൽ പിശാച് ഒരു കുറവ് വയ്ക്കുകയാണ്, തലമുറയെ കൊടുക്കുന്നില്ല. അർത്ഥം എന്താണ്? അബ്രഹാമിന്റെ ചരിത്രം, തേരഹിൽ നിന്ന് അബ്രഹാമിലേക്ക് ഒരു ചരിത്രമുണ്ടായി. എന്നാൽ അബ്രഹാമിൽ നിന്ന് ചരിത്രം മുൻപോട്ട് പോകുന്നില്ല. അബ്രഹാമിൽ തന്നെ അത് അവസാനിപ്പിക്കുവാൻ ആ കുറവ് കാരണമായി തീരുന്ന അവസ്ഥയുണ്ടായി. 75 വയസ്സിലേക്ക് അബ്രഹാം എത്തിച്ചേർന്നു. അതെ, ഇനി ചുരുക്കം ചില വർഷങ്ങൾ കഴിയുമ്പോൾ അബ്രഹാമിന്റെ ചരിത്രം അവസാനിക്കും. അബ്രഹാം കാലത്തിന്റെ വിസ്മൃതിയിൽ മറഞ്ഞു പോകും. അവന്റെ പേര് പറയുവാൻ പിന്നീട് ആരും കാണത്തില്ല. ചെറിയൊരു കുറവാണ് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ. ഓ, മക്കളില്ല, വേറെ എന്തെല്ലാം അബ്രഹാമിനുണ്ട്. അബ്രഹാം ബഹുസമ്പന്നനാണ്, ദാസീദാസന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, സ്വത്തുവകകളുണ്ട്. ഇങ്ങനെ പല നിലകളിൽ അബ്രഹാം പ്രശസ്തനാണ്. പക്ഷേ ഒരു കുറവ്, ആ ഒരു കുറവ് മതി അബ്രഹാം ഒന്നുമില്ലാതായി മാറുവാൻ. അപ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ ഇത്രമാത്രം വ്യാപ്തിയുള്ളതും അതിൻ്റെ ആ പ്രവൃത്തിയുടെ അനന്തരഫലം വലിയൊരു തകർച്ചയും മുൻപിൽ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്രമാത്രം വലിയതായിരിക്കും, അതിൻ്റെ വ്യാപ്തി എത്രയായിരിക്കും ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടായിരുന്നാട്ടെ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവൃത്തികൾ കൊണ്ട്, തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ചിലരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാനായി തുടങ്ങും. അല്ലെങ്കിൽ ചിലർ ആ പ്രവൃത്തിയിലേക്ക് ആശ്രയിക്കുവാനായി തുടങ്ങും. ചിലത് തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ
ഇതൊക്കെ ശരിയാകും, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ എന്ന് ചിന്തിച്ച് വിട്ടുകളയുന്ന ചിലതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ, പിശാചിൻ്റെ പദ്ധതിയും അവൻ ഒരുക്കിയിരിക്കുന്ന തകർച്ചയും തിരിച്ചറിഞ്ഞ് ദൈവപ്രവൃത്തിയിൽ ആശ്രയിക്കുവാനും ദൈവപ്രവൃത്തിയുടെ വലിപ്പം അനുഭവിക്കുവാനും ഈ മെസ്സേജ് കാരണമായി തീരും. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എനിക്കൊപ്പമായിരുന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം തന്നെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. പേർ വലുതാക്കുന്ന ദൈവം അബ്രഹാം അല്ല, അബ്രാം എന്ന് പറയണം. ആ സമയത്തൊക്കെ അബ്രാമാണ്. എന്താണ് അബ്രാമിന്റെ പ്രത്യേകത? അവൻ ഒരു കുറവുള്ളവനാണ്. പിശാച് അവന്റെ ജീവിതത്തിൽ ഒരു കുറവ് വെച്ചു, മക്കളെ നൽകിയില്ല. കേൾക്കണമേ, പിശാച് അബ്രാമിന് മക്കളെ നൽകിയില്ല. ദൈവം ആ കുറവുള്ള അബ്രാമിന്റെ പേര് വലുതാക്കുകയാണ്. എന്താണ്? അബ്രഹാം എന്ന് വലുതാക്കുന്നു. ഇല്ലാത്തവന് ദൈവം ഉള്ളവനാക്കി മാറ്റുന്നു. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പേർ ദൈവം വലുതാക്കുമ്പോൾ പേരിന്റെ വാലിൽ മറ്റൊരു പേര് ചേർക്കുമെന്നല്ല, ഈ ന്യൂമറോളജിക്കാർ ചെയ്യുന്നത് പോലെ അക്ഷരം കൂട്ടുമെന്നല്ല, ഇല്ലാത്ത നിങ്ങളെ ഉള്ളവരാക്കി മാറ്റും. പിശാചിന്റെ തന്ത്രത്തിന്റെ ഫലമായി പിശാച് നിങ്ങളുടെ ജീവിതം ഇല്ലാതായി തീരണമെന്നും നശിച്ചു പോകണമെന്നും വിചാരിച്ച് ചില ഇല്ലായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വച്ചിരിക്കുമ്പോൾ, ചില വാക്വം സ്പേസസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുമ്പോൾ, അവിടെയൊക്കെ നിറച്ച് ദൈവം നിങ്ങളുടെ പേർ വലുതാക്കും. ചില ഇല്ലായ്മകൾക്ക് ഈ പകലിൽ വിരാമമാകിയ സഹോദര സഹോദരി, നിന്റെ പേർ എന്റെ ദൈവം വലുതാക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. അബ്രഹാമായി മാറി, ഇല്ലാത്തവൻ ഉള്ളവനായി മാറി. ചരിത്രത്തിൽ അവന്റെ പേര് അവസാനിപ്പിക്കുമെന്ന് പിശാച് പദ്ധതി ഒരുക്കിയ സ്ഥാനത്ത് ഒരു ചരിത്രത്തിനും അവസാനിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അബ്രഹാമിനെ വളർത്തിയ ദൈവം, അബ്രഹാമിന്റെ പേർ വലുതാക്കിയ ദൈവം ഈ പകലിൽ നിനക്കൊപ്പമുണ്ട്. ആ ഇല്ലായ്മ, കുടുംബത്തിനകത്ത് ആ ഇല്ലായ്മ, സ്നേഹത്തിന്റെ ഇല്ലായ്മ, സന്തോഷത്തിന്റെ ഇല്ലായ്മ, ആ പേര് പറഞ്ഞ് അത് തേടി തേടി നിന്റെ പങ്കാളി പുറത്തു പോകുന്നു. ചിലതില്ലാത്തത് പറഞ്ഞ് അവന് പറയാൻ അവസരം കൊടുക്കരുതേ. ഓ സ്തോത്രം, താങ്ക് ഗോഡ്. അവസരം കൊടുക്കരുതേ. എൻ്റെ വീട്ടിനകത്ത് സ്വസ്ഥതയല്ലേ, എപ്പോൾ വന്ന് കയറിയാലും ആ ഒരു അവസരം നീ കൊടുക്കരുതേ. നീ വിചാരിക്കും അതൊരു ചെറിയ കാര്യമാണ്, എന്നാൽ അതിന് പിന്നിൽ പ്രിയ സഹോദരി പിശാചൊരുക്കുന്ന വലിയ പദ്ധതിയുണ്ട്. ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് ക്ഷമയോടെ ചിന്തിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ അത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇതൊരു വലിയ ദുരന്തത്തിന്റെ ആരംഭമാണ്. പിശാച് വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. ആ പദ്ധതി നീ തിരിച്ചറിയ. സ്തോത്രം. പിശാചിന്റെ പിന്നാലെ പോകരുതേ, വിട്ടുകളയരുതേ. നശിപ്പിച്ച് കളയുന്ന പിശാചിന്റെ പ്രവൃത്തിക്ക് നിന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കല്ലേ. സഹോദരൻ, നിന്റെ ഭാര്യയെ വിട്ടുകൊടുക്കല്ലേ. ആമേൻ. ചിലത് സംസാരിക്കുമ്പോൾ, ചിലത് ചോദിക്കുമ്പോൾ, അയ്യോ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്നാൽ അതിനു പിന്നിൽ പിശാചൊരുക്കുന്ന വലിയൊരു പദ്ധതി ഉണ്ട്. ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കുക സഹോദര സഹോദരി, നിങ്ങളത് ചിന്തിച്ചു നോക്കുക. പിന്നിൽ പിശാചൊരുക്കുന്ന വലിയ പദ്ധതിയുണ്ട്, തകർച്ച എന്ന വലിയ പദ്ധതി. നിങ്ങളുടെ മക്കൾക്ക് അമ്മയപ്പന്മാരെ ഇല്ലാതാക്കി കളയുന്ന, ദേശത്തിൽ സന്തോഷമായി സമാധാനമായി നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്ന പിശാചിന്റെ പദ്ധതി കൊണ്ട് തിരിച്ചറിയുക. ആമേൻ. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ പേര് ദൈവം വലുതാക്കും. ഓ സ്തോത്രം. ഇല്ലാത്തതിനെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു കൂട്ടുകെട്ട്, അങ്ങനെ ഒരു അകൽച്ച, അങ്ങനെ ഒരു പ്രശ്നം, കർത്താവേ ആ ഇല്ലായ്മയെ അങ്ങ് പരിഹരിക്കണമേ. എൻ്റെ ഭർത്താവിന് ലഭിക്കാത്തത് അത് കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ അങ്ങ് ഒരുക്കണമേ. എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് ലഭിക്കാത്തത് കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ. ആ ഇല്ലായ്മയെ പരിഹരിക്കുന്ന ഒരു ദൈവം, അതെ, അവൻ പേർ വലുതാക്കും. ഓ താങ്ക് യു ലോർഡ്. നിന്റെ ജോലി സ്ഥലത്ത് അവർ പ്രതീക്ഷിക്കുന്നത് എന്തോ പിശാച് നിന്നിൽ തടഞ്ഞു വച്ചിരിക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ. അതാ സഹോദരി, അതാ സഹോദര, അതിനകത്തുള്ള പ്രശ്നം അതാ. അവർ പ്രതീക്ഷിക്കുന്നത് എന്തോ. ആരാഞ്ഞു നോക്ക്. സ്തോത്രം. ഓ പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ തിരിച്ചറിയുക. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു നിസ്സാര കാര്യമല്ല. ഇതിന് പിന്നിൽ പിശാചിന്റെ തകർച്ചയുടെ വലിയൊരു പദ്ധതിയുണ്ട്. ആ ജോലി സ്ഥലത്ത് നീ ഇല്ലാതെ ആകുവാൻ പോകുന്ന ഒരു പദ്ധതി, വരുമാനമില്ലാതെ ആകുവാൻ പോകുന്ന പദ്ധതി, തൊഴിലില്ലാത്തവനായി നീ മാറുവാൻ പോകുന്ന പദ്ധതി, തകർച്ചയുടെ പദ്ധതി, മുച്ചൂട് നിന്നെ മുടിച്ചു കളയുക എന്ന പിശാചിന്റെ പദ്ധതി കൊണ്ട് തിരിച്ചറിയുക. പ്രാർത്ഥിക്കുക, കർത്താവേ ആ ഇല്ലായ്മ, സ്തോത്രം, എന്നിലെ ആ ഇല്ലായ്മയെ
നീ പരിഹരിക്കണമേ. ഓ സ്തോത്രം. അബ്രഹാമായി മാറി, അവന്റെ പേര് വലുതായി. ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം വരുത്തി. അതേ സഹോദര, ആ ഇല്ലായ്മയ്ക്ക്, നിന്റെ സ്ഥാപനം നിന്നിൽ നിന്ന് നോക്കി കാണാതിരിക്കുന്ന ആ ഇല്ലായ്മയ്ക്ക്, അല്ലെങ്കിൽ നിന്റെ ബോസിന്റെ, നിന്റെ സുപ്പീരിയേഴ്സിന്റെ കണ്ണുകളെ മൂടി വെച്ച് നിന്നിൽ കാണാതാക്കിയിരിക്കുന്ന ആ കഴിവുകളെ, ആ കുറവുകളെ ദൈവം പരിഹരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ പേര് വലുതാക്കും. താങ്ക് യു ലോർഡ്. അതേ മാതാവേ, പിതാവേ, ഇതൊരു ചെറിയ കാര്യമല്ല. ഓ സ്തോത്രം. ഇതൊരു ചെറിയ കാര്യമല്ല. മക്കളുടെ ജീവിതത്തിൽ ആ കൂട്ടുകെട്ട്, ആ ഇടപാടുകൾ, ഇതൊക്കെ ആസ് യൂഷ്വൽ അല്ല. പിശാച് അങ്ങനെ ഒന്ന് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ കൊണ്ട് ചേർത്തത് നിന്റെ ജീവിതം ഇല്ലാതായി തീരുവാനാണ്. നിന്റെ പ്രതീക്ഷകൾ, നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുവാനാണ്. തിരിച്ചറിയ്, പിശാചിന്റെ പദ്ധതികളെ തിരിച്ചറിയ്. ഒത്തിരി പേർ കരയുന്നുണ്ട്, ഒത്തിരി പേർ നിലവിളിക്കുന്നുണ്ട്, നിലയില്ല കയത്തിൽ മുങ്ങി താഴുന്നുണ്ട്. ഒത്തിരി പേർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിലപിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങൾ അനേകരെ കാണുന്നുണ്ട്. പ്രൈസർ ഫാമിലി അനേകരുടെ കണ്ണുനീർ കാണുന്നുണ്ട്, നിലവിളി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുക, പിശാചിന്റെ പദ്ധതികളെ തിരിച്ചറിയും. മുടിച്ചു കളയുന്ന പിശാചിന്റെ പദ്ധതികൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുടുംബങ്ങൾക്കകത്ത് നുഴഞ്ഞു കയറി വ്യക്തിബന്ധങ്ങളെ തകർത്ത് അകറ്റിക്കൊണ്ടുപോകുന്ന, വിട്ടുകൊടുക്കരുതേ. പരാജയത്തിന്റെ പേര് പറഞ്ഞ് പിശാചിന് കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കരുതേ. ചില പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് പിശാചിന് കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കരുതേ. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ വിട്ടുകൊടുക്കരുത്. തകർന്നു പോയാൽ ആമേൻ, സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുക. അതിന്റെ അനന്തരഫലം വലിയൊരു ദുരന്തം. ആ ബിസിനസ്സിൽ നീ വിറ്റ് കളയണം, നീ വിട്ട് കളയണം. നീ പിന്നെയും ആ പഴയ ഒന്നുമില്ലാത്തവനായി മാറണം, കടക്കാരനായി മാറണം, തലകുനിഞ്ഞവനായി മാറണം. അതിന് പിശാച് കടത്തെ ഒരുക്കുന്നു. വിട്ട് കളയരുതേ. കടമെന്ന ഇല്ലായ്മയെ പരിഹരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പേർ വലുതാക്കും. ഓ താങ്ക് ഗോഡ്. പേർ വലുതാക്കുന്ന ദൈവം. അബ്രഹാം വിശ്വസിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒരു ദൂത പറയട്ടെ, ആ അനുഗ്രഹം ഗലാത്യ ലേഖനം 3:18 വരുമ്പോൾ അത് ജാതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ശ്രദ്ധിച്ച്, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, ജാതികളിലേക്ക് ആ അനുഗ്രഹം ചെന്നെത്തി. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിന്റെ പേർ വലുതാകുമ്പോൾ, നിനക്കൊപ്പമുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനായി തുടങ്ങും. യേശുവിൻ നാമത്തിൽ. മാതാവേ, പിതാവേ, നിന്റെ അനുഗ്രഹം നിന്റെ തലമുറകളിലേക്ക് കടന്നു ചെല്ലും. പിശാച് നിന്റെ തലമുറകളെ തൊട്ട് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ വചനം പറയുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ തലമുറകളെ പോഷിപ്പിക്കും. യേശുവിൻ നാമത്തിൽ. പിശാച് തകർച്ച മുൻപിൽ കാണുന്നുവെങ്കിൽ ദൈവം വളർച്ച മുൻപിൽ കാണുന്നു. സഹോദരി, നിന്റെ അനുഗ്രഹം നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും. താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. ഇതൊരു നിസാര കാര്യമല്ല. പിശാചിന് ഇത്ര മാത്രം ചെയ്യുവാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവത്തിന് എത്ര മാത്രം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേര് വലുതാക്കുന്ന ആ പ്രവൃത്തിയല്ല എനിക്ക് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. നമ്മൾ ചിന്തയ്ക്കായി വായിച്ച ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേർ വലുതാക്കുമെന്ന വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഐ വിൽ ബ്ലെസ് യു ആൻഡ് മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. നിന്റെ പേര് മഹത്തരമാക്കും. സ്തോത്രം. മഹത്തരമാക്കും. ആ വ്യാപ്തി അർത്ഥം മാറുക. നോക്കിക്കോട്ടെ, വലുതാക്കുന്ന അവിടെ നിൽക്കട്ടെ, അത് തന്നെ ഒരു സംഭവമാണ്. പിശാചിന്റെ ആപ്പീസ് പൂട്ടിപ്പോകാൻ അത് തന്നെ മതി. എന്നാൽ അതിലും അപ്പുറം ദൈവം പറയുക, ഈ പന്ന പിശാച്, സ്തോത്രം. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ കേൾക്ക്. നിങ്ങളുടെ ജീവിതത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇത്രയൊക്കെ പദ്ധതി തയ്യാറാക്കിയെങ്കിൽ ഞാൻ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനും നശിപ്പിച്ചു കളയുവാനും മുടിച്ചു കളയുവാനും പിശാച് ഇത്ര മാത്രം പദ്ധതി തയ്യാറാക്കിയെങ്കിൽ എൻ്റെ ദൈവം എത്ര മാത്രം പ്ലാൻ ചെയ്യും. അമ്മ നോക്കിയ അത് മഹത്തരമായി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി അങ്ങ് വർദ്ധിക്കുക. അർത്ഥം മാറുക മാത്രമല്ല, വ്യാപ്തി വർദ്ധിക്കുക. തലമുറകളിലേക്ക് ഈ അനുഗ്രഹം അങ്ങ് പോവുക, ഒപ്പമുള്ളവരിലേക്ക്. നമ്മൾ ചിന്തിച്ചു. അടുത്ത് അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. എങ്ങനെ? അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, മൂന്നാമത്തെ തലമുറ വരുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കി, ജോലി സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാക്കി, തലമുറകളുടെ നല്ല ഭാവിയെ നശിപ്പിച്ച് കളയെ തന്നല്ലോ സഹോദര. നീ ആഗ്രഹിച്ച ആ വരുമാനം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ സ്വപ്നം കാണുന്നത് പോലെ നിന്റെ തലമുറകളാകും. ഒരു ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു നല്ല പ്രൊഫഷൻ അവരെ എത്തിക്കുവാൻ കഴിയും. വരുമാനമില്ലെങ്കിൽ അത് പോയോ?
അവരാഗ്രഹിച്ചത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകുമോ? അവർ ദൈവത്തെ തള്ളിപ്പറയുമോ? മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുമോ? നോക്കി എന്തെല്ലാമാ സംഭവിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ പിശാചി ഇങ്ങനെ പദ്ധതി ഒരുക്കുമ്പോൾ തലമുറകളെ നശിപ്പിച്ചു കളയുവാൻ അടുത്തൊരു ജനറേഷൻ നിന്റെ പേര് പറഞ്ഞ് അതല്ലേ സംഭവിക്കുന്ന. അബ്രാമിൽ തന്നെ അവസാനിക്കുക. അടുത്തൊരു ജനറേഷൻ ഇല്ല. ഇങ്ങനെ അടുത്തൊന്നില്ലാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നശിപ്പിക്കുന്ന പിശാചിന്റെ പദ്ധതി പിശാചി ചെയ്യുമ്പോൾ ദൈവം നോക്കി അവ തലമുറകളിലേക്ക് പടർന്നു കയറുക. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക്, ആബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഈസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് തലമുറ മാറുമ്പോൾ മൂന്നാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ വലിപ്പമല്ല കൂടുന്ന, മഹത്വം കൂടുക. താങ്ക് ഗോഡ്. നിങ്ങൾ വലിപ്പമുള്ളവരായി മാറും. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമെങ്കിൽ അത് ഉറപ്പാണ്. തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങൾ വലിപ്പമുള്ളവരായി മാറും. നിങ്ങളുടെ പേർ ദൈവം വലുതാക്കും. ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം വരുത്തും. തലമുറകളിലേക്ക് പോകുമ്പോൾ അത് മഹത്വമായി മാറും. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരുവാൻ കഴിയും, എനിക്കറിയത്തില്ല. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ആ ദൈവസ്ഥാനത്ത് ആ എക്സൈറ്റ്മെന്റ്, സ്തോത്രം, അത് മഹത്വമായി മാറുക. നോക്കിയേ, അബ്രഹാമിന്റെ പേര് ദൈവം വലുതാക്കി. യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിന്റെ പേര് ദൈവം മാറ്റുകയാണ്. യാക്കോബ് എന്ന പേരുമായി അലഞ്ഞു തിരിയുന്ന ഒരുവൻ. ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ട്. പലതും നേടി, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മുൻപിലൊരു ഭയം എപ്പോഴുമുണ്ട്. സഹോദരൻ എന്ന ഏശാവ് ശത്രുസ്ഥാനത്ത്, പുറത്ത് നിന്നല്ല അകത്ത് നിന്ന് തന്നെ ശത്രു. പലപ്പോഴും പലതും ഉണ്ടെങ്കിലും നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും എന്താ? നമുക്കൊപ്പം നിൽക്കേണ്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, പണ്ടെങ്ങോ സംഭവിച്ചു പോയ കാര്യങ്ങളെ കയ്യിൽ പിടിച്ചു വെച്ച് നമ്മുടെ വിരോധികളായി മാറുന്ന അവസ്ഥ. ശരിയാണേ? അപ്പോ ഈ യാക്കോബ് ആ ഒരു വിരോധത്തെ ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കടന്നു വന്നു. ധാരാളം ദൈവം കൊടുത്തു. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവന് ധാരാളം കിട്ടും. പിന്നെയും പറയട്ടെ പ്രിയരെ, ധാരാളം തരും ദൈവം. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം തരും. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി പിശാചി ചെയ്യുമ്പോൾ അതിലും അപ്പുറമായി ദൈവവും ചെയ്യും. ചില്ലറ കളിയല്ല ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. യാക്കോബിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ഒരു വടിയോടുകൂടി പോയവൻ 2 വലിയ കൂട്ടമായി മടങ്ങി വരിക. സ്തോത്രം! എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരെ അവൻ മാനിക്കും. പ്രിയരെ, ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായി ദൈവം മാനിക്കും. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങളായിരിക്കുന്നത്. നോക്കിയേ, ആ യാക്കോബിന്റെ പേര് ദൈവം മാറ്റിയ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യാക്കോബ് എന്ന പേരിനെ ദൈവം ഇസ്രായേൽ എന്നാക്കി മാറ്റി. 2 പേരുകൾക്കും അർത്ഥമുണ്ട്, നിങ്ങൾക്കറിയാം. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ഉബായി എന്നാണ്. ഉബായി, സൂത്രക്കാരൻ. സ്തോത്രം! അത് ലോകം നൽകിയ പേരാണ്, അപ്പനും അമ്മയും നൽകിയ പേരാണ്. ആ പേരുകൊണ്ട് പേടിച്ചോടാൻ പറ്റും. ആ പേരുകൊണ്ട് സൂത്രപ്പണിയിലൂടെ പലതും നേടാൻ പറ്റും. ആ നേടുന്നതിന്റെ ഫലമായി അത് അനുഭവിക്കുവാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള പ്രതിസന്ധി യാക്കോബിനെ പോലെ ഉണ്ടാകുകയും ചെയ്യും. ലോകപ്രകാരം ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പലതും നമുക്ക് നേടുവാൻ കഴിയും. പക്ഷേ അത് അനുഭവിക്കുവാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇല്ലേ? എന്ത് തക്കിട തരികിട പരിപാടി ചെയ്തും ഈ ലോകത്തിൽ നിന്ന് പലതും നേടിയെടുക്കുവാൻ കഴിയും. പക്ഷെ നേടിയെടുക്കുന്നതിന്റെ ഫലം അനുഭവിക്കുവാൻ കഴിയുമോ, അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ, അതൊരു ചോദ്യമാണ്. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ. ഒരുപക്ഷെ ചിലർ എന്നെ കേൾക്കുമ്പോൾ ഉള്ളം കൊണ്ട് കരയുന്നുണ്ട്. നല്ലതെന്ന് കരുതി പലതും നേടിയെടുക്കുവാൻ ശ്രമിച്ചു, പലതും നേടി, പലതും കിട്ടി, പക്ഷേ ഫലം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നിരാശയാണ്, ദുഃഖമാണ്, കണ്ണുനീരാണ്, സ്വസ്ഥതയില്ല. പുറത്തിറങ്ങി വലിയ ആളായി പറയുന്നുണ്ട്, ഞാൻ അങ്ങതാണ്, ഇതാണ്, ആനയാണ്, പൂരയാണ്, അയ്യോ ഒന്നുമില്ല ദൈവദാസനെ, കണ്ണുനീർ മാത്രം മിച്ചം എന്ന് പറഞ്ഞ് കരയുന്ന സഹോദര സഹോദരി, ലോകപ്രകാരം നേടിയെടുത്ത പലതും മുൻപിൽ ഏശാവെന്ന സഹോദരൻ ശത്രുഭാവത്തിൽ നിൽക്കുന്നു. ദൈവം പേര് മാറ്റി. പേരിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ പ്രഭു. എന്തൊരു ഗ്രേറ്റ്നെസ്സാ, എന്തൊരു മഹത്വമാ. ചിന്തിച്ചേ, വലിപ്പമല്ല ഇവിടെ, മഹത്വമാ.
ദൈവത്തിൻ്റെ പ്രഭു. ദൈവം പറയുക എൻ്റെ പ്രഭു. ഓ, അമ്മ പറഞ്ഞതെന്താ? ഉപായി. അപ്പം പറഞ്ഞതെന്താ? ഉപായി. സഹോദരൻ പറഞ്ഞതെന്താ? ശത്രു. ലാബാൻ പറഞ്ഞതെന്താ? ഉപായി. ലോകത്തിന് ഇങ്ങനെ പറയുവാൻ കഴിയുമ്പോൾ ദൈവം പറയുക എൻ്റെ പ്രഭു. ലോകം നിങ്ങളെക്കുറിച്ച് ഇതുപോലെ പലതും പറയുന്നുണ്ടായിരിക്കും. പ്രിയരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് വീഴുവാൻ, കർത്താവിനോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? ദൈവം വിളിക്കും മഹത്വം നിറഞ്ഞൊരു പേര് നിങ്ങളെ. എൻ്റെ പ്രഭു, എൻ്റെ മകൻ, എൻ്റെ മകൾ. ഓ, ചരിത്രം മാറുക. പരാജിതൻ ജയാളിയായി മാറുക. ഉപായി, സൂത്രക്കാരൻ ദൈവത്തിൻ്റെ പ്രഭുവായി മാറുക. പരാജിതൻ എന്ന പേര് മാറുക. യേശുവിൻ നാമത്തിൽ ഈ പകലിൽ ചിലരോടുള്ള ദൂത തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതേ സഹോദര സഹോദരി, പരാജിതൻ എന്നുള്ള, ഓടിപ്പോക്കുകാരൻ എന്നുള്ള നിന്റെ പേര് മാറുക. ഓ, യേശുവിൻ നാമത്തിൽ ശത്രു ഒരുക്കുന്ന പദ്ധതികളിൽ പെട്ട് തകർന്നു പോയവരെന്ന, പരാജയപ്പെട്ടു പോയവരെന്ന, സകലതും നഷ്ടപ്പെട്ടു പോയവരെന്ന ആ പേര് ഇപ്പോൾ മാറിപ്പോകുക. ഓ, സ്തോത്രം, മഹത്വം, ഗ്രേറ്റ്നസ്. ഓ, താങ്ക് ഗോഡ്. നിന്റെ പേര് മാറുക. ആ പരാജിതൻ എന്ന അനുഭവം മാറുക. പരാജയപ്പെട്ട കുടുംബജീവിതമുള്ളവൾ, ആ സ്ഥിതി മാറുക. പരാജയപ്പെട്ട കുടുംബജീവിതമുള്ളവൻ, എന്തൊക്കെ ഉണ്ടെങ്കിലും പണമുണ്ട്, ഓ മറ്റു പലതും, എല്ലാമുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോയി. ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയി, തൊഴിലിൽ പരാജയപ്പെട്ടു പോയി. പരാജിതൻ എന്നുള്ള പേര് മാറുക. എൻ്റെ പ്രഭു, ഈ സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിച്ചവൻ പറയുന്നു, ഇവൻ എൻ്റെ പ്രഭു. ഓ, സ്തോത്രം. ഓടിച്ചു വിട്ടപ്പോ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്, സഹോദരന്റെ സ്നേഹത്തിൽ നിന്ന്, ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിട്ടപ്പോ പന്ന പിശാചൊരു പദ്ധതി തയ്യാറാക്കി. ഇതോടെ ഞാൻ നശിപ്പിക്കും. അപ്പൻ്റെ അനുഗ്രഹവും ചുമന്നുകൊണ്ട് പോകുന്ന ഇവനെ ഞാൻ നശിപ്പിക്കും, ഇവനെ ഞാൻ മുടിക്കും. ആമേൻ, താങ്ക് ഗോഡ്. ഇവരെ ഞാൻ നശിപ്പിക്കും. പിശാചൊരുക്കിയ വലിയ പദ്ധതിയാ, മുച്ചൂട് മുടിച്ചു കളയുവാനുള്ള പദ്ധതിയാ. ഇസഹാക്കിന്റെ മക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. ഒരുത്തൻ അപ്പനോടുള്ള വാശിക്ക് അന്യജാതിയായ സ്ത്രീകളുമായി വിവാഹബന്ധം ചെയ്ത് അവൻ ആ വംശത്തെ നശിപ്പിച്ചു. അടുത്തവൻ ഓടിപ്പോവുക, ഇവനെ വഴിയിൽ വെച്ച് നശിപ്പിക്കും. ഇസഹാക്ക് എന്ന ചരിത്രം അവസാനിക്കും. ആ തലമുറയിൽ തന്നെ അപ്പന്റെ തലമുറയിൽ ശ്രമിച്ചു, നടന്നില്ല. മകന്റെ തലമുറയിൽ നടക്കും. പക്ഷെ ദൈവം പറയുക, വലുതാക്കി മഹത്വമുള്ളതാക്കി. യെസ്, യേശുവിൻ നാമത്തിൽ പേര് മാറുക. പേര് മാറുമ്പോൾ മഹത്വത്തിന്റെ വലിപ്പം കേൾക്കണമേ. പേര് മാറുമ്പോൾ ആളും കൂടെ മാറിപ്പോവുക. താങ്ക് ഗോഡ്. പേര് മാറിയപ്പോ ആള് മാറി. ആമേൻ. കൊല്ലാൻ വന്ന സഹോദരൻ ഉൽപ്പത്തി പുസ്തകം 33-3 വാക്യത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. എൻ്റെ സഹോദരനെ, വർഷങ്ങളുടെ സ്നേഹം മുഴുവൻ അങ്ങ് കവിഞ്ഞൊഴുകുക. അതിനെ പിടിച്ചു വെച്ച ശത്രുവിൽ നിന്ന് ദൈവം അതിനെ തിരികെ നൽകുക. ഓ, വർഷങ്ങളായി കുടുംബത്തിനകത്ത് സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ, സഹോദരന്റെ, സഹോദരിയുടെ, മാതാപിതാക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ പേടിച്ചും ഭയന്നായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ശത്രു ഭാഗത്തായിരിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ കേൾക്ക്. ആ ആലിംഗനത്തിന്റെ അനുഭവം, സ്നേഹം കവിഞ്ഞൊഴുകുവാൻ പോകുക. ഇത്ര കാലം പിശാച് പിടിച്ചു വെച്ചതിന് പലിശ ഉൾപ്പെടെ നിനക്ക് തിരികെ തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മക്കളുടെ സ്നേഹം, മാതാവേ, പിതാവേ, നിന്നിലേക്ക് തിരികെ പലിശ ചേർത്ത് ഒഴുകുക. ഓ, സ്തോത്രം. ഭർത്താവിന്റെ സ്നേഹം, സഹോദരി, നിന്നിലേക്ക് പലിശ ചേർത്ത് ഒഴുകുക. ഓ, താങ്ക് ഗോഡ്. സഹോദര, ഭാര്യയുടെ സ്നേഹം, ഓ ആമേൻ. ഇതും ഒരു വലിയ ദൈവപ്രവൃത്തിയാ, വലിയ സാക്ഷ്യമാണ് യേശുവിൻ നാമത്തിൽ. ആമേൻ. പേര് മാറിയപ്പോൾ ആളും മാറി. അതാ മഹത്വം. പിശാച് ഭയങ്കര പദ്ധതിയാ, അയ്യോ പിടിച്ചാൽ കിട്ടത്തില്ല. അതിൻ്റെ 100 ഇരട്ടി വലിയ പദ്ധതി കാണിക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. എൻ്റെ ദൈവം, ആ ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹം തലമുറകളിലേക്ക്. ഓ, സ്തോത്രം. ആമേൻ. കണ്ണുനീരല്ല തലമുറകളിലേക്ക്, അനുഗ്രഹം. ഓ, ആമേൻ. ഈ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ആ കണ്ണുനീർ നിങ്ങളിൽ അവസാനിക്കും. അനുഗ്രഹം, വലുതാക്കുന്ന അനുഗ്രഹമല്ല, മഹത്വം നിറഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോ
ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്ക്, പിന്നാലെ ഇറങ്ങ്. ആബ്രഹാമിനെ പോലെ ദൈവം നിങ്ങളുടെ പേർ വലുതാക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. പിശാച് ഒരുക്കിയ ആ പദ്ധതികളെ തകർത്തു ദൈവം ഒരുക്കുന്ന വലിയ മഹത്വം നിറഞ്ഞ ആ പദ്ധതികൾ അനുഭവിക്കുവാൻ, അനുഗ്രഹം ചുമക്കുവാൻ, വലുതായ പേരുള്ളവരായി മാറുവാൻ, നിങ്ങളെ അങ്ങനെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരെ പോലെ അനേകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. എന്നാൽ കണ്ണടച്ച വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി, ദൈവപ്രവൃത്തിയുടെ ദിവസമായി, വാഗ്ദത്ത നിവൃത്തിയുടെ ദിവസമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗത്തിൽ നിന്നെ ഒതുക്കി കടക്കാരിയാക്കി, കടക്കാരനാക്കി ഈ തലമുറയിൽ നിന്നെ അവസാനിപ്പിക്കുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതിയും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകളിലേക്ക് ആ രോഗത്തെ പടർത്തുമെന്ന് വാദിക്കുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗമല്ല, അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. വഴിയടച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ, പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ദാരിദ്ര്യം മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. ഇവർക്ക് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വെക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ജീവിതം, വിദ്യാഭ്യാസം യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ വലുതും ചെറുതുമായ സകല വിഷയങ്ങളെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തകർക്കുവാനും മുടിക്കുവാനുള്ള പിശാചിന്റെ സകല പദ്ധതികളെ അങ്ങ് തകർത്ത് മഹത്വം നിറഞ്ഞതായി അടിയൊപ്പമായിരിക്കുന്നവരുടെ ജീവിതങ്ങളെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.